രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ നാശം വിതയ്ക്കുകയാണ്. അസം, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണം 50 പിന്നിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് സിക്കിമിൽ 1500-ലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ബ്രഹ്മപുത്ര നദിയടക്കം അസമിലെ ജലാശയങ്ങളെല്ലാം കരകവിഞ്ഞു. ഗുരുതരമായ വെള്ളപ്പൊക്ക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര ജല കമ്മീഷൻ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. അസമിലെ 17 ജില്ലകളിലുള്ള 3 ലക്ഷത്തിലധികം ജനങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചു. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മണിപ്പൂരിലും സ്ഥിതി രൂക്ഷമാണ്. വിവിധ ജില്ലകളിൽ നിന്നായി 15,000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കരസേനയ്ക്ക് പുറമെ അസം റൈഫിൾസും മണിപ്പൂർ ഫയർഫോഴ്സും ചേർന്ന് ഓപ്പറേഷൻ ജൽറഹത്ത് എന്ന പേരിൽ സംയുക്ത ഓപ്പറേഷനിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. മണിപ്പൂരിലെ വാങ്ഖെയ്, ഹെയ്ൻഗാങ്, ലാംലോങ്, ഖുറായി, JNIMS, അഹല്ലബ് എന്നിവിടങ്ങളിൽ സ്ഥിതി ഗുരുതരമാണ്. കൂടുതൽ വെള്ളപ്പൊക്കം തടയാൻ തൗബൽ ജില്ലയിലെ ലിലോങ്ങിലെ ഇറിൽ നദിക്ക് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അതിർത്തി ഭിത്തികൾ നിർമ്മിച്ചു. ത്രിപുരയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി മാണിക് സാഹ സന്ദർശിച്ചു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ തുടരുകയാണ്. സിക്കിമിലെ മംഗൻ ജില്ലയിലെ ലാച്ചൻ, ലാച്ചുങ് പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ പാലം ഒലിച്ചുപോയതിനാൽ രക്ഷാദൌത്യം ദുസ്സഹമായി. അസം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചത്. ജനം, ഡൽഹി.